അലൈക്കും. ടെക്സസ് റോഡ് വഴിയുള്ള ഒരു യാത്രാ വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ഞങ്ങൾ ടെക്സസ് വഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. ടെക്സസില് ഹൂസ്റ്റണില് ഒരു ബീച്ചില് എൻ്റെ തൊട്ടടുത്ത് ഒരു Airbnb ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ ഒരു ടണലാണ്. ഒരു ടണൽ വഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. സർവീസേടെ കൂടെ എന്നെ ട്രോളാണ്. അപ്പൊ അങ്ങോട്ട് പോകണം. പക്ഷെ ഇന്നത്തെ കാലാവസ്ഥ അത്ര നല്ലതല്ല, നല്ല മഴയുണ്ട്. സോ ഫിഷിംഗ് ബീച്ചിൽ പോയിട്ട് ഫിഷിംഗ് ചെയ്യാമെന്നൊക്കെ ആയിരുന്നു പ്ലാൻ. അപ്പോ നമ്മുടെ പ്ലാൻ എത്ര സക്സസ്ഫുൾ ആവുന്നൊന്നും പിടിയില്ല. ബിക്കോസ് മഴയാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചൂടുള്ള സ്ഥലമാണ്. പക്ഷെ നമ്മൾ പ്ലാൻ ഇട്ടപ്പം മുതൽ മഴയോട് മഴയാണ്. രാവിലെ മുതൽ പെയ്തു തുടങ്ങിയ മഴയാണ്. സോ ബീച്ചിന്റെ വിസിറ്റും ഫിഷിങ്ങും ഒക്കെ എത്ര സക്സസ്ഫുൾ ആവുന്നൊന്നും അറിയത്തില്ല. സോ അതുകൊണ്ട് ഓക്കെ സക്സസ്ഫുൾ ആവുന്നതാണ് ഒരാൾ പറയുന്നത്. അപ്പോ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അറിയാലോ, ഞാനാണിപ്പോ ഉമ്മയുടെ യൂട്യൂബിലെ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യുന്ന ആള്. സോ ഒരു റൗണ്ട് വീഡിയോയും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് ഉമ്മയുടെ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ടുള്ള എൻ്റെ നെക്സ്റ്റ് വീഡിയോ ആണ്. ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു മലയാളി റെസ്റ്റോറൻറ്റിൽ, നമ്മുടെ നാട്ടിൽ ആലപ്പുഴക്കാരുടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിച്ചു. നല്ല അടിപൊളി ഫുഡായിരുന്നു. നല്ല തലശ്ശേരി, ദം ബിരിയാണി, ഊട് എല്ലാം ഞാനല്ല കഴിച്ചത്. ഒരു ഫാമിലിയും കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ കൊച്ചാപ്പായും കൊച്ചുമ്മായും മക്കളൊക്കെ ഉണ്ട്. അവരാണ് ഞങ്ങളവിടെ കൊണ്ടുവന്നത്. സോ അവിടെ നിന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. നല്ല സൂപ്പർ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ഇനി നമ്മൾ താമസിക്കുന്ന Airbnb-യിലോട്ട് പോകണം. അതിനി ഇവിടെ നിന്നൊരു 4 hours ഉണ്ട്. ഞങ്ങളിപ്പോൾ ടോട്ടൽ ഒരു 7 to 8 hours ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഹൂസ്റ്റണിൽ എത്താനായിട്ട്. സോ ഓൺ ദ വേ ആണത്. ആൻഡ് ഭയങ്കര തിരക്ക് റോഡില്. അത്യാവശ്യം കണ്ടോ, ഭയങ്കര വലിയ ബിൽഡിങ്സ് ഒക്കെയാണ് സൈഡിലൊക്കെ. പക്ഷെ കാറിൽ മഴയല്ല, കാറിന്റെ ഗ്ലാസ് ഒന്നും മഴയായത് കാരണം വ്യൂ ഒന്നും കിട്ടുന്നില്ല. ചെന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്ന സിറ്റുവേഷനിലാണെങ്കിൽ വീഡിയോ എടുത്ത് അനദർ വീഡിയോയുമായി അയക്കുന്നതായിരിക്കും. ഇപ്പൊ കൊച്ചാപ്പാണ്, ഞാൻ പറഞ്ഞില്ലേ കൊച്ചാപ്പയുടെ കൂടെയാണ് ഇങ്ങോട്ട് വരുന്നത്. ഇപ്പൊ കൊച്ചാപ്പാണ് ഭയങ്കര എൻകറേജ്മെന്റ് വീഡിയോ എടുക്കാനായിട്ട്. സോ വീഡിയോ എടുക്കാൻ വെച്ചു. ഇതൊന്നും ഇല്ലല്ലേ, കെട്ടിടം അതാണ് ഇപ്പോ നമ്മള് കണ്ടോണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ. ഫുൾ കെട്ടിടം. അനദർ കെട്ടിടം. അപ്പൊ ഇനി ഹൂസ്റ്റണിലെത്തിയിട്ട് Airbnb-യുടെ ഒരു ടൂർ ചെയ്യാം. ആഫ്റ്റർ ദാറ്റ് ബീച്ചിൽ ഫിഷിങ്ങിന് പോവുകയാണെങ്കിൽ ആൻഡ് പ്ലാൻ സക്സസ്ഫുൾ ആണ് എങ്കിൽ ഫിഷിങ്ങിന് പോകുന്ന ഒരു വീഡിയോ കൂടി ചെയ്യാം. പിന്നെ ഇവിടെ നമ്മളൊരു റെസ്റ്റോറന്റിൽ കയറി എന്ന് പറഞ്ഞില്ലേ, ആ റെസ്റ്റോറന്റിൽ കയറിയപ്പോൾ അവിടുത്തെ ഇക്കായും പറഞ്ഞു ടെക്സസ് അല്ല ഹൂസ്റ്റന്റെ അടുത്ത് എവിടെയോ നല്ല ഫ്രഷ് ഫിഷ് കിട്ടുന്ന, ഇങ്ങനെ കടലിൽ നിന്ന് ഇങ്ങനെ പിടിച്ച് കൊണ്ടുവെക്കുന്ന നല്ല ഫ്രഷ് ഫിഷ് കിട്ടും. മത്തി, അയല, റെഡ് സ്നാപ്പർ, നമ്മുടെ നാട്ടിലെ കിളിമീനൊക്കെ ഫ്രഷ് ആയിട്ട് കിട്ടും എന്ന് പറഞ്ഞു. അവിടെ പോയി ഇപ്പം എന്തായാലും വാങ്ങാൻ പറ്റത്തില്ല. ബിക്കോസ് നമ്മൾക്ക് ഇനി തിരിച്ച് ഇവിടെ നിന്ന് 7 hours ആണ് കൊച്ചാപ്പയുടെ വീട്ടിലോട്ട്, ഒക്ലഹാമയിലോട്ട്. അവിടെ നിന്ന് 7 hours പോകണം. പിന്നെ അവിടെ നിന്ന് again 12 hours നമ്മുടെ സ്റ്റേറ്റിലോട്ട് പോകണം. അതാണ് ഇന്ത്യാനയിലോട്ട് പോകണം. അപ്പോൾ ഒരു ദിവസം ആ മീൻ പിടയ്ക്കുന്ന പോലെ ഇരിക്കത്തില്ല. അത് കാരണം ആഗ്രഹം ഉണ്ടെങ്കിലും വാങ്ങാൻ പറ്റത്തില്ല. പോവുകയാണെങ്കിൽ കാണാൻ പോകാൻ സമയം ഉണ്ടെങ്കിൽ, ബിക്കോസ് നമുക്ക് 2 ദിവസമുള്ളൂ, ഇന്നും നാളെ. കാണാൻ പോവുകയാണെങ്കിൽ അതിൻ്റെയും കൂടി വീഡിയോ എടുക്കുന്നതാണ്. ഇതൊന്നും നടന്നില്ലെങ്കിലും ഐ ജസ്റ്റ് ടോൾഡ് ഇതൊക്കെയായിരുന്നു പ്ലാൻ എന്ന്. അപ്പൊ ശരി, ബാക്കി ഹൂസ്റ്റണിലെത്തിയിട്ട്